എന്താ സോഫി ലേറ്റ്? സോറി സാർ, വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. കമിൻ. അങ്ങനെയല്ല സോഫി, മ്യൂസിക് എപ്പോഴും സൂതിങ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഫ്ലോ. മോർണിംഗ് സർ. അതെ, നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടിയാ. ഇതൊരു ഹോസ്പിറ്റൽ അല്ലേടോ. ഒരു പോലീസുകാരൻ ഇവിടെ നിന്ന് സീറ്റ് വലിച്ചാൽ നാട്ടുകാർ ഓപ്പറേഷൻ തിയേറ്റർ കയറി സീറ്റ് വലിക്കും. താൻ റിപ്പോർട്ട് എടുത്തോ? റിപ്പോർട്ട് സാറ് വന്നിട്ട് എഴുതാന്ന് കരുതി. തന്നെ പിന്നെ എന്തിനാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ വരുന്നതിന് മുമ്പേ റിപ്പോർട്ടൊക്കെ റെഡിയാക്കാനല്ലേ തന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചത്? സാറ് ഒന്ന് നിന്ന് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. മോർണിംഗ് സർ. തലയ്ക്ക് ഈ ഭാഗത്തേറ്റ അടിയുടെ ആഘാതത്തിലാണ് ബ്ലഡ് പടർന്ന് ബ്രെയിനിലെത്തിയതും അവിടെ ക്ലോട്ടായതും. പിന്നീട് ഇവിടെയും ഇവിടെയും. തലയിൽ ഇവിടെയും ഈ ഭാഗത്തുമേറ്റ അടിയുടെ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിന് കാരണം. ഈ അടുത്ത കാലത്തെ ആലപ്പുഴയും സ്ഥലം മാറി വന്നാണ്. അതിൻ്റെ ഒരു പരിചയക്കറവാണ്. രാമേന്ദ്ര, തനിക്കറിയില്ലേ എൻ്റെ കാര്യം? അതുകൊണ്ടല്ലേ ഞാൻ വരുന്നതിന് മുമ്പേ റിപ്പോർട്ട് എഴുതാൻ തന്നെ നേരത്തെ പറഞ്ഞു വിട്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിപിന സന്ധി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ സംഭവ സ്ഥലത്ത് വന്ന് നിന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാനോ? അതെന്താ ഇപ്പം ഇത്ര കാണാൻ? അതിനടുത്തൊരു ബൈക്കിൽ 2 ചെറുപ്പക്കാർ വന്ന് നിൽക്കുകയും അതിലൊരാൾ വിപിനെ ആക്രമിക്കുകയും അതുവഴി വന്ന മറ്റൊരാൾ
അവരെ രക്ഷിക്കുകയും അക്രമിയെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ അരച്ചു നിൽക്കായിരുന്നു ഞാൻ. അല്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ നിങ്ങൾ എന്താ ആളും വിളിച്ചൊന്നുമില്ലാത്ത ഇരുട്ടത്ത് പോയിന്ന്? എന്താ അവിടെ നിൽക്കാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നി, നിന്നു. ഓക്കെ ഓക്കെ, സോറി, പോലീസ് പ്രൊസീജിയർ. സാറടെ വന്നോണ്ടാ, അല്ലെങ്കിൽ നായിന്റെ മുളകൊണ്ട് മുഴുവൻ പറയിപ്പിച്ചേ. രാമേന്ദ്ര, സോറി സർ. അവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തക്ക തെളിവൊന്നും അവർക്കെതിരെ നമ്മുടെ പക്കലില്ലല്ലോ. പിന്നെന്തിനാ താൻ ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നേ? അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഡീറ്റെയിൽസ് കയ്യിലില്ലേ? അയാളെ ഒന്ന് കണ്ടു കളയാം. ഓക്കെ സർ. അതെ രാമേന്ദ്ര. സർ, റാം. തൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ലേ രാമേന്ദ്രൻ? അതിനെന്താ കുഴപ്പം? ഞാൻ ഒച്ച വെച്ച് ബൈക്ക് നിർത്തി അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എന്നെ ഒരു വടിയെടുത്തടിച്ചു. ഞാൻ തിരിച്ചു അടിച്ചു. അവൻ ഓടി, ഞാൻ പുറകെ ഓടി. ഒരടി അവന് ശരിക്കും കൊണ്ടു. രക്തവും വരുന്നുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്തെ രക്തപ്പാട് സാറും കണ്ടതല്ലേ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താനെങ്ങനെ എത്തിയിടോ? പറയടോ രാമേന്ദ്ര. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു സർ? ആ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് എൻ്റെ വീടായി. ആ വഴി എനിക്ക് വീട്ടിലെത്താൻ പറ്റൂ. വേറെ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് തോന്നിയോ? ഇല്ല സാർ, അയാളുടെ ബോധം പോയിരുന്നു. ഒരുപാട് രക്തവും. ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ ഒരു ഷോക്കിലായിരുന്നു. മൊബൈലിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടും ആ പെൺകുട്ടിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഷോക്കിലായിരുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. സാർ, ഈ ഒരു കോൾ സമ്മറി വെച്ചാണോ നിങ്ങൾ എന്നെ കോർണർ ചെയ്യാൻ നോക്കുന്നത്? ഹലോ, ഫോൺ ചെയ്തതിനല്ല, ഇത് ചെയ്ത മാനുവലിനെ കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചു. എന്തിനായിരുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ പറ്റൂ. അതിന് ഇമാനുവൽ ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അവന് വിപിനോട് എന്ത് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ചായ കുടി. ഞാനിപ്പോൾ വരാം. വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. സന്ധ്യ, അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ.
ബുദ്ധിക്ക് വേണ്ടിയുള്ള ദൈവം ഞാൻ ഒരുത്തരം കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിന് അവിടെ കൊണ്ടുവരാന്ന്, ആ സ്പോട്ടിൽ നിർത്താന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാൻ അവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? ഏ ആ കുറഞ്ഞിട്ടുണ്ടോ? ആ കുറച്ച്. കുറച്ച്. കുറച്ചൊന്നും അല്ല എൻ്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ടെൻഷനാ. റിട്ടയേർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തൻ്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBI-യോ ഒരു ക്രൈംബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യുകയോ? ഇത്രയും നല്ല സർവീസ് റെക്കോർഡും പ്രമോഷൻ ചാൻസുമുള്ള ഈ സമയത്തോ? തനിക്കെന്താ വട്ടായോ? വട്ടായി സാർ. ഒരുതരം മടുപ്പ്. ഇനി നാട്ടിൽ ചെന്ന അമ്മയോടൊപ്പം പറമ്പും കൃഷിയൊക്കെയായി സ്വസ്ഥമായിട്ടിരിക്കാനാണ് മനസ്സ് പറയുന്നത്. എടോ, തന്റെ കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും ബുദ്ധിയും ചേർന്നാണ് താൻ ഏറ്റെടുത്ത കേസുകളെല്ലാം തെളിയിക്കുന്നത്. കേരള പോലീസിലെ ഏറ്റവും ധീരനായ ഒരു ഓഫീസറാണ് താൻ. An asset to the force. തനിക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറയേ, പോംവഴിയുണ്ടല്ലോ. അല്ലാതെ റിസൈൻ ചെയ്യല്ല വേണ്ടത്. പറയേ, എന്താ തന്റെ പ്രോബ്ലം? അല്ല സാറെന്താ യഥാർത്ഥ കാരണം പറയണ്ടെങ്കിൽ പോന്ന്? സാറിന് ഞാൻ ഒരു സമ്മാനം തരണ്ട്. പള്ളിയിൽ അച്ഛൻ്റെ ലോഹ. അതാകുമ്പോൾ സാറിന് നന്നായി ചേരും. എടോ, എൻ്റെ അപ്പം പോലീസായിരുന്നു, അപ്പൻ്റെ അപ്പം പോലീസായിരുന്നു എന്ന് വെച്ച് ഞാനും പോലീസാവണമെന്ന് വല്ല നിയമമുണ്ടോ? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട. കേസ്, കൊല, ഡെഡ് ബോഡി, എന്തൊക്കെ കുരിശുകളാണ് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്. സാറേ, എനിക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു. സാർ, അവർ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം നമ്മളോട് പറയാനാണ്. അപ്പം അവരെ പേടിപ്പിച്ചാൽ അവരുടെ പ്രശ്നം അവരാരോട് പറയും? അവരവരുടെ കാര്യം പറയട്ടെ. അതോട്ട് വരാൻ പറ. സാർ, ആ വരൂ. പറയൂ. എൻ്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ല സാർ. ഓട്ടോ ഓടിക്കാൻ പോയതാ. പരിചയക്കാരുടെയൊക്കെ തിരക്കി. അവർക്കാർക്കും ഒരു വിവരവും ഇല്ല സാർ. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ. സുഖമില്ലാത്ത അമ്മയ്ക്കും വയ്യാത്ത കാലമുള്ള എനിക്കും അയാൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ മറ്റോ ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാലൊരു കാര്യം ചെയ്യ്, ആ റൈറ്ററോട് പറഞ്ഞ് ഒരു പരാതി രജിസ്റ്റർ ചെയ്തോ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അയാളുടെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ?
അതെ, നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഇയാളുടെ പേരിൽ ഉടനെ തന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നേക്കും. അന്നേരം ഞങ്ങൾ പൊക്കി അകത്തിട്ടിട്ട് വിവരം അറിയിക്കാം. അപ്പം വന്ന് കണ്ടാൽ മതി. വേഗം വിട്ടോ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഓട്ടോ ഓടിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ചെല്ല്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാ? അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ശരിയായി തോന്നിയില്ല. പരിചയമില്ലാത്ത വഴി സന്ധ്യാസമയവും അതൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലായിരുന്നു. ഇവൾ എൻ്റെ അടുത്തേക്ക് വരാനാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഓട്ടോക്കാരനുമായി നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അല്ലേ? സർ, വെറും 2-3 ദിവസത്തെ പരിചയമേ ഇവർ തമ്മിലുള്ളൂ. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യും, ഓഫീസിൽ കൊണ്ടുവിടും. അല്ലാതെ സർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടുപ്പമൊന്നും ഇവൾക്ക് അയാളോടില്ല. റിലാക്സ് മിസ്റ്റർ റോയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഈ സംഭവം അറിഞ്ഞ് കിട്ടിയ ഫ്ലൈറ്റിൽ പിറ്റേന്ന് തന്നെ ഇങ്ങ് നാട്ടിലെത്തി. അപ്പൊ സംഭവം നടന്നത് മിനിയാന്ന്, നിങ്ങളെത്തിയത് ഇന്നലെ, കംപ്ലൈന്റ് തരുന്നത് ഇന്ന്. എന്താ ഇത്രയും ലേറ്റ് ആവാൻ കാരണം? സർ, ഞാനിവിടെ എത്തുമ്പോൾ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. വീട്ടിനുള്ളിൽ പേടിച്ച് വിറച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. ഓക്കെ, വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. അതെന്താ? പരിചയമുള്ള വണ്ടിയല്ലേ, എന്നിട്ടും നമ്പർ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ? സർ, നമ്മളൊക്കെ ഓട്ടോയിലും കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. സഞ്ചരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? അക്രമി ഓടിക്കുന്ന ഒരു സ്ത്രീക്ക് തിരിഞ്ഞു നിന്ന് നമ്പർ എഴുതിയിട്ട് ഓടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ബാഗ് എന്താ? അവളുടെ ഫോണും പേഴ്സും ബാഗിലെ വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടുക്കുക. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഒന്ന് നിന്നേ. ഇയാളാണോ ആള്? ഇത് തന്നെയാള്. ശരിയെന്നാ. എന്തായി സാറിൻ്റെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? വർമ്മ സാറ് പറഞ്ഞ പ്രൊമോഷൻ്റെ കാര്യമൊന്ന്. മഴക്കാറ് കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ? അല്ല സാർ, ഈ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ സാർ. എത്രയും പെട്ടെന്നൊന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ. യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേരയില്ലാതെ കസേരയിലിരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കയറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാനാ? സാർ അങ്ങോട്ടൊന്ന് നോക്കി. സാർ, ബാഗ് ഇവിടെ ഉണ്ട്. അവരെന്ന ഡീറ്റെയിൽസിലുള്ള സാധനമല്ല ഇതിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സാർ. അങ്ങനെ തീർത്ത് പറയല്ലേ രാമേന്ദ്ര. ഇവിടെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുകയും ഇര രക്ഷപ്പെട്ടപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് രാഘവൻ മുങ്ങുകയും ചെയ്തു. അപ്പോൾ കേസ് ക്ലോസ് അല്ലേ സാർ? പക്ഷേ ഓടിക്കൊണ്ടിരുന്ന വണ്ടി എങ്ങനെയാൾ സ്വയം പഞ്ചറാക്കും? ശരി, 4:30ക്കുള്ള അപ്പോയിൻമെൻറ്റ് ഒരു 5:30 ആക്കിക്കോ. ഇന്നിനി വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. ശരി. സാറെന്താ ഇവിടെ? ഒന്ന് വന്നോട്ടെ പ്ലീസ്. ഡോക്ടർ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല.
സംഭവം നടന്ന സ്പോട്ടിൽ ഞാൻ പോയിരുന്നു. വൈഫിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ. സ്റ്റേഷനിലോട്ട് വന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒപ്പിട്ട് ബാഗ് എടുത്തോളൂ. അയാളെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ മാത്രം സാർ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. അതിന് മാത്രമല്ല, റോയിയെ ഒന്ന് കാണാനും കൂടി വന്നതാ ഞാൻ. നമ്മൾ ഇപ്പോഴല്ലാതെ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ. ഹർഷയുടെ കേസിന് വേണ്ടി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ, ഹർഷവർദ്ധൻ. അയാളിപ്പോൾ എവിടെയാ? പുതിയൊരു മ്യൂസിക് പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഈ സിറ്റിയിലെ തിരക്കിൽ നിന്നോ മാറി നിൽക്കുകയാണ്. ഹർഷയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അയാളുടെ ഫോൺ നമ്പർ ഒന്ന് തരൂ. ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ മേടിച്ചു തരാം. അതെങ്ങനെയാ റോയി ശരിയാവുന്നത്? ഫ്രണ്ട്സായിട്ട് നമ്പർ അറിയില്ലെന്ന് പറഞ്ഞാൽ. എരമല്ലൂർ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ ലെഫ്റ്റിലെ അവസാനത്തെ വീടാണ് അവൻ്റേത്. ഓ, താങ്ക് യു. സ്റ്റേഷനിൽ വന്ന് ബാഗ് എടുത്തോളൂ. ശരി സർ. ഫ്രണ്ടിൻ്റെ നമ്പർ അറിയില്ല എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. പക്ഷെ മേൽവിലാസം മടി കൂടാതെ പറഞ്ഞു തരികയും ചെയ്തു. പ്രത്യക്ഷത്തിൽ സംശയത്തിന് പ്രസക്തിയില്ല. പക്ഷെ പോലീസുകാരുടെ ജോലി സംശയിക്കലാണല്ലോ. ആ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമോ? നടക്കും. ഇവിടെ ശ്രദ്ധിക്കൂ സോഫി. വെരി ഗുഡ്. എല്ലാം പഠിച്ചല്ലോ. ഇനി വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. വരണമെന്നില്ല. ആ, മോള് വന്നോ? വാ. പേടിക്കണ്ട, മോളിങ്ങോട്ട് വന്നോളൂ. ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഹർഷ സാർ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ? കുട്ടികളുടെ ഇത്തരം വാസനകൾ നമ്മൾ എൻകറേജ് ചെയ്യണം. എന്നാലേ വലുതാവുമ്പോൾ ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാനാവൂ. എനിക്ക് ഹർഷയെ ഒന്ന് കാണണമായിരുന്നു, പക്ഷേ ഇപ്പം സമയമില്ല. ഹർഷയുടെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാമായിരുന്നു. ഈയിടെയായി ഹർഷയുടെ മൊബൈൽ നമ്പർ മാറിക്കൊണ്ടിരിക്കുക. മോളെ പഠിപ്പിക്കാൻ പുള്ളിക്കാരൻ ഫ്രീ ആകുമ്പോൾ ഇവിടുത്തെ ലാൻഡ് ലൈനിൽ വിളിക്കാറാ പതിവ്. ഓ, അപ്പോൾ പുതിയ മൊബൈൽ നമ്പർ അറിയില്ല അല്ലേ?